സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ലക്ഷ്യമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. അതായത് കണ്ണൂരിൽ ഈ ടൗൺ സ്ക്വയറിൽ നമ്മുടെ പാർക്കിംഗ് സ്ഥലത്ത് കുഴിച്ചു വെച്ച 7 മാസമായി കുഴിച്ചു വെച്ച കുഴി മൂടണമെന്ന ലക്ഷ്യമായിട്ട് ഇറങ്ങി തിരിച്ചായിരുന്നു ഞാൻ. ആ ലക്ഷ്യം ഇന്നിവിടെ സമാഗതമായിരിക്കുന്നു. കാരണം ഞങ്ങൾ 4 മണിക്ക് പ്രതിഷേധ ധർണ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് ആ 4 മണിക്കൂർ മുമ്പായിട്ട് കുഴി മൂടാനുള്ളൊരു ശ്രമമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. തികച്ചും നമ്മളെ സംബന്ധിച്ചോളം സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ജയിച്ചിരിക്കുന്നു. നമ്മൾ ഇറങ്ങി തിരിച്ച ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. അത് യാതൊരു സംശയമില്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 7 മാസത്തെ യുദ്ധമാണ് ഇവിടെ. 7 മാസത്തെ യുദ്ധം. ആ യുദ്ധമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട അധികൃതരുടെ കണ്ണു തുറന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലാ കലക്ടർ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വികാരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചെന്നുള്ളത് ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, നേരത്തെയുള്ള കലക്ടർ കാണിച്ചു വെച്ച പല പ്രശ്നങ്ങളുമാണ് ഈ പുതിയ കലക്ടർക്ക് അതിൻ്റെ ഭാരമേൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ ദിനമാണിന്നിവിടെ. നമുക്ക് എന്തിനാണ് നമ്മൾ അനാവശ്യമായി നമ്മുടെ സമരത്തിന് പോകാൻ ഇറങ്ങിയതല്ല. 4 മണിക്ക് പ്രഖ്യാപിച്ച ഇന്നത്തെ പ്രതിഷേധ സമരം വാർത്തകളിൽ നിറഞ്ഞു. ആ വാർത്തയുടെ ഫലമായിട്ടാണ് നമ്മൾ വേർപെട്ട കളക്ടർ ഈ നടപടിയുമായി മുന്നോട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഈ ഒരു കുഴിമൂടാനുള്ള നടപടി ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ മൈതാനത്തിൻ്റെ മുഖസൗന്ദര്യം നഷ്ടപ്പെടുന്നതിനെതിരെ ധീരോദാത്തം പോരാടി ഞങ്ങളുടെ പരാതികളും പരിഭവങ്ങളും അത് ഉൾക്കൊണ്ടു. ആ ഒരു സ്റ്റോപ്പ് എമ്മിലൂടെയാണ് ഇന്നിവിടെ പണി ഇവിടെ നിർത്തിവെച്ചത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇവിടെ ഇന്ന് പ്രതിഷേധിക്കാൻ പോകുന്ന ഈ സമരം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നിർത്തിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വേഗലക്ഷ്യം. ഇനി അടുത്ത ദിവസം നമ്മെ സംബന്ധിച്ചോളം അടുത്ത ദിവസം ഇനി ഈ കുഴിയുടെ നിർമ്മാണം ഈ മൂടുന്ന രീതിയൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഒരു മണ്ണിലൊരു കുഴിയിലൊരു മണ്ണിട്ടാൽ സ്വാഭാവികം അത് ഈ ഒരു ഒരൊറ്റ മഴക്കൊണ്ട് എൻ്റെ വീണ്ടും വരും. ആ അമർന്നു വന്നാൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ പാർക്ക് ചെയ്യുന്ന പൂർവ്വസ്ഥിതിയിലേക്ക് അതിന് ദൃഢതയോടുകൂടി ഈ സ്ഥിതി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ അതിനെതിരെ പോരാടും. കാരണം വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട മണ്ണ് അമരും. ഇന്റർലോക്ക് അതിൻ്റെ മേലെ തൽക്കാലം പാകും. നമ്മളെ കണ്ണിൽ പൊടിയതിന് ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇവിടെ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ അതിൻ്റെ പിന്നാലെയാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. വിജിലൻസിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ കുഴിമൂടാൻ ഏത് രീതിയിലാണ് ഈ പൈസ ചെലവിടും നമുക്കറിയാം. ഒരു നഷ്ടമുണ്ടായിട്ടുണ്ട്, കോൺട്രാക്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചാലും അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ പൈസ എങ്ങനെ പൊതുജനങ്ങളുടെ ഫണ്ട് എടുത്ത് അത് നഷ്ടപ്പെടുന്ന ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ ഈ നഷ്ടം നികത്താനുള്ള പൈസ എവിടെ നിന്നാണെന്നുള്ളതും കൂടി അറിയണം. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ പിന്നാലെ പോകുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ കാത്തിരുന്ന ഫലം ഇവിടെ സഫലീകൃതമായിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സഹപ്രവർത്തകർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഒപ്പം നമ്മളോട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം, ഈ പ്രതിഷേധ സമരം, ഈ നമ്മുടെ പിന്നാമ്പുറം കാണിക്കുന്ന 2 JCB വർക്ക് ചെയ്യുന്നുണ്ട്, മണ്ണ് മൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകെ നമുക്ക് അതിൻ്റെ മീതെ ഒരു സമരം തറക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ അടിയന്തര യോഗം ചേർന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അത് തീരുമാനിച്ചത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മളിപ്പം തൽക്കാലം ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചായിരിക്കുന്നു. തുടർന്നുള്ള പ്രവൃത്തികൾ നമ്മുടെ ഇവരുടെ ഭാവി പ്രവർത്തനവുമായി മുന്നോട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.